ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിലെ സീറോ ടു ഹീറോ സീരീസിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസമാണ്. കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ യുമ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആഡ്സിലുള്ള സ്റ്റുഡൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച ആഡ്സിൻ സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ദ 1 year and 2 yearലേക്ക് ഇപ്പോൾ ആഫ്റ്റർ ദ ഒരു ജോബ് കഴിഞ്ഞ് ഒരു സ്വന്തമായിട്ട് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ എൻ്റെ കൂടെ ഇരിക്കുന്നത് വെറും ഒരു വാസിഫായിരുന്ന ഇപ്പോൾ കൂടെ പേരിൻ്റെ കൂടെ ഫൗണ്ടർ ഓഫ് യുമ ആഡ്സ് ഇപ്പോൾ കൂടെ ഇരിക്കുന്നത് വാസിഫ്. വെൽക്കം സീറോ ടു ഹീറോ സീരീസിലേക്ക്. സോ എങ്ങനെയാണ് വാസിഫ് ഇങ്ങനൊരു പ്ലാനിലേക്ക് വന്നിരിക്കുന്നത്, ഈ സ്റ്റാർട്ടപ്പിലേക്ക് ആഡ്സിൻ സ്റ്റുഡൻറ്റ് ആഫ്റ്റർ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റാർട്ടപ്പിലേക്ക് വന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് പണിയാണോന്ന് വിചാരിച്ചാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തത്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ എന്നോട് ഫസ്റ്റ് ടെക്നിക്കലി മാത്രം പഠിച്ച് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു പോകുന്നതിനെക്കാട്ടി നല്ലത് എന്തായിട്ട് തുടങ്ങണമെന്നുള്ളൊരു സാധനം സാറ് അന്നേ എൻ്റെ മനസ്സിലൊരു ഹിൻ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതലായിക്കോട്ടെ എൻ്റെ മനസ്സിൽ എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്ന് പെട്ടത് PR ടീമിലായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് പിന്നെ കയറിയത് ഞാൻ PR-ൻ്റെ ഒരു കമ്പനിയിലായിരുന്നു, ജോബിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മനസ്സിലാക്കിയാലും വേറൊരു ആശയം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. കൂടുതൽ എല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്നുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്ത ഒരു 8 മാസം എനിക്ക് അവിടെ നിന്നും കിട്ടിയ സ്കില്ല്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് അവിടെ ആക്ച്വലി ആ ജോബിൽ എന്തൊക്കെ വർക്ക്സ് ചെയ്യുന്നുണ്ട്? ഒരു കമ്പനീനെ എങ്ങനെ ഒരു വർഷം കൊണ്ടിട്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ടിട്ട് ഇത്ര ടേൺ ഓവറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. A to Z കാര്യങ്ങൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ഇംപ്ലിമെന്റ് ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സീരീസ് നമ്മൾ സീറോ ടു ഹീറോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്നായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഏജൻസി, ചെറിയൊരു ഷോപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസ്, ഇങ്ങനത്തെ ഒരു പ്ലാൻ. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു അഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്. അപ്പോൾ അതിലേക്ക് വരാനുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് വരാനുള്ള ഒരു റീസൺ അതെന്ന് വെച്ചാൽ ക്ലയൻറ്റിനെ വിളിച്ച് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നേരം നമുക്ക് അത് പെട്ടെന്ന് കൺവേർഷൻ റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതും നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്കത് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റിലൊരു ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, ഒരു ഡിസൈനിങ് പഠിച്ചു. ആദ്യം നമ്മൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വാസിഫ് കുറേ കോഴ്സ് ഇന്നത് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക, മെറ്റാഡ്സ് അടിച്ചു പോയി, മെറ്റാഡ്സ് ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ച് വിളിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് വാസിഫ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, അന്ന് ഫസ്റ്റ് ടൈം ഫോൺ എത്തില്ല, പക്ഷേ വാട്സപ്പിലേറ്റോ കോൾ ചെയ്തിട്ട് എന്നോട് സാർ പുതിയൊരു ഏജൻസിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട് സാർ പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ ഇല്ലായിരുന്നു. ബട്ട് അത് ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ആള് ഇത്രയും ഒരു വർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ സ്വപ്നത്ത് പോലും വിചാരിക്കില്ല വാസിഫ് ഒരു ഏജൻസി ആയിട്ട് മുന്നോട്ട് വരുന്നുള്ള. അവിടുന്ന് ആ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ്. ബിക്കോസ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുക, ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നമ്മളൊരു ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുക. എത്രത്തോളം ആഡ്സിൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരുപാട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സീറോ നോളജ് ആയിരുന്നു എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് പഠിച്ചു തുടങ്ങിയ ടൈമിൽ ഇതിന് വേറൊരു നിർബന്ധമായിട്ടുള്ളൊരു സാധനം എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഫുള്ളും AI കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ AI ചെയ്യണേ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് എനിക്ക് അഡിഷന് കൂടുതൽ ഹെൽപ്പ് ആയെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ AI അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അത് എനിക്ക് ഈ ഫീൽഡിലും ഇപ്പോൾ അതേപോലെ ഒരു കമ്പനിയിലെ എല്ലാ മേഖലയിലേക്കും എനിക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്പോൾ യുമ ആഡ്സ് എന്ന് പറയുന്ന ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് വാസിഫ്? ഒരു 15+ സ്റ്റാഫ് എന്തായാലും 15+ സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ. കാരണം ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ജേണി, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ്. അവർ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ ഒരു എംപ്ലോയീസിന് സാലറി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റുഡൻസിന് തന്നെ, വേറെ ബാച്ചസിലുള്ള സ്റ്റുഡൻസിന് തന്നെ ഇവിടെ വാസിഫ് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. സോ ആ ഒരു ജേണിയിലേക്ക് വരാനുള്ള കാരണം എന്താ എന്ന് വെച്ചാൽ എനിക്ക് അവിടെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഒരു കമ്പനിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ വേറൊരു ആൾക്കാർ നമ്മളിവിടെ ഹയർ ചെയ്താൽ ഓൾക്ക് A to Z കാര്യങ്ങൾ കമ്പനിയിൽ എന്താ ചെയ്യുന്നത്, കമ്പനിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പിന്നെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. പക്ഷേ അത് ആഡ്സിൽ നിന്ന് എനിക്ക് എടുക്കുന്നവരെ അത് കിട്ടിയില്ല. അത് പ്രൊമോഷൻ എന്ന് വിചാരിക്കട്ടെ. പക്ഷേ അത്
കറക്റ്റ് സാധനമാണ്. കാരണം നമുക്ക് ഓൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, ഇന്നങ്ങ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 2 ദിവസം കൊണ്ട് പോലെ തന്നെ ട്രെയിൻ ആയി പോലെ ഓക്കെ ആയി വർക്കിലേക്ക് കയറും. അവർ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആയിട്ടായിരുന്നു അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിട്ട് കയറിയായിരുന്നു. പക്ഷെ 1 മാസം കൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ക്ലോസ് ചെയ്ത് സാലറിയിലേക്ക് ഫിക്സ്ഡ് ആയി. സോ ആ ഒരു ചെയ്യണം. ഇപ്പോൾ 15 സ്റ്റാഫുള്ള വാസിഫ് എന്ന് പറയുന്ന, ഇപ്പോൾ വാസിഫ് മാത്രമല്ല 3 പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട്. ഇവർ 3 പേരും കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ യുമ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഏജൻസി അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു എംപ്ലോയീസിന് ഇനിയും വളരാനുള്ള ഏജൻസികളാണ്. സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ 3 പാർട്ട്നേഴ്സിൻ്റെ കൂടെ ശരിക്കും നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം. ബിക്കോസ് ഇവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ് സീറോ ടു ഹീറോ എന്ന് പറയുന്ന പ്രോഗ്രാം പോലും ഫ്രം സീറോ. നമ്മളെ കയ്യിൽ ഒന്നുമില്ലാണ്ട് നമ്മളെ കയ്യിൽ ഐഡിയകൾ മാത്രം വെച്ചിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക, ആ ബ്രാൻഡിനെ ഇത്രയും നമ്മൾ കൊണ്ടു നടക്കുക, ആ ബ്രാൻഡാണ് നമ്മളെ സ്വന്തം എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് ഒരു ബിഗ്ഗസ്റ്റ് ബിക്കോസ് ഒരു നോർമൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന ഒരാൾക്ക് അത് പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് വിട്ട് ഒരു ബിസിനസ് മൈൻഡ്സിലേക്ക് വന്നിരിക്കുകയാണ് ആഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസിഫും പ്ലസ് അവരുടെ പാർട്ണേഴ്സും. സോ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. സഫാൻ, ഷാദിൽ, ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ യുമ ആഡ്സിൻ്റെ ഫൗണ്ടേഴ്സാണ്, മീൻസ് പാർട്ണേഴ്സാണ്, ഫൗണ്ടേഴ്സാണ്. ഇവിടെ ഷാദിലുണ്ട് ആൻഡ് സഫാൻ ഉണ്ട്. ഇവർ മൂന്ന് ഡെസിഗ്നേഷനാണ് ആൻഡ് വാസിഫ് അടക്കം. ഇവർ ഇതിലേക്ക് വരാനുള്ള സീറോ ടു ഹീറോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ഫ്രം സീറോ എന്നായിരിക്കും ഇവർ സ്റ്റാർട്ടപ്പ് പ്ലാനിലേക്ക് വന്നിട്ടുണ്ടാവുക. സോ അവരോട് തന്നെ നമുക്ക് ജസ്റ്റ് ചോദിക്കാം, എങ്ങനെ ആയിരുന്നു നിങ്ങളെ ജേണി? സീറോ ടു ഹീറോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്കും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു ഓഫീസും യുമ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും ക്രിയേറ്റ് ചെയ്ത ജേണി? നമ്മൾ ഓൾറെഡി ഇവിടെ ബിസിനസ് പാർക്കിൽ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 കൊളീഗ്സ് ആയിരുന്നവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്കഷനിൽ 3 ഒരു എന്റർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റും പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രം ജോബ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ജോബിൽ നിന്നാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകുന്നത്. ഫ്രം ജോബിൽ നിങ്ങൾ എങ്ങനെ പാർട്ട്നേഴ്സായിട്ട് കണക്ട് ചെയ്തത്? അതായത് ഇപ്പോൾ ഞങ്ങൾ 3 ആളാണെങ്കിലും 3 സെപ്പറേറ്റ് ഏരിയ കവർ ചെയ്യുന്ന ആളുകളാണ്. വസീഫ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും, സഫ്വാൻ ആണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യും, ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ട് അങ്ങനെ അത് ഞാനും നോക്കും. അപ്പോൾ 3 ആൾ ഇരിക്കുന്ന ടൈമിൽ ഇതേമാതിരി എപ്പോഴും ടോക്ക് വരുന്നൊരു മെയിൻ കാര്യമാണ് ഈ ഒരു സ്വന്തമായിട്ട് ഈ ഒരു അഡ്വർടൈസിംഗ് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും വന്ന ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രം സീറോ നിങ്ങളെ കമ്പനി എവിടെ എത്തി? എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ? നമ്മുടെ കമ്പനി ഇപ്പോൾ കറന്റ് ഒരു 2 CR അടുത്ത് ഒരു ഇയർലി 2 CR അടുത്ത് ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്, മീൻസ് ആനുവലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ക്ലയൻസ്. എന്തുകൊണ്ടാണ് യുമ ആഡ്സ് ക്ലയൻസ് തിരഞ്ഞെടുക്കാനുള്ള റീസൺസ്? യുമ ആഡ്സ് ക്ലയൻറ്റ് ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ മേഖലയിലേക്കും ഓരോരുത്തർ സ്കിൽഡ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ നോർമലി ഡിസ്കഷൻ ചെയ്യുന്ന ടൈമിലൊക്കെ അവൾ ഇപ്പം നിലവിലത്തെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നോർമലി എല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PR ടീമിലായതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിലേക്ക് പോകാന്നുള്ളത്. അതാണ് ടൈമിൽ കൂടുതൽ പ്രീമിയം ക്ലയൻറ്റ്സും. എന്തൊക്കെ വർക്കുകളാണ്? മീൻസ് ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അതുപോലെ പ്രോഫിറ്റിലേക്ക് ജനറേറ്റ് ചെയ്യാൻ വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് അവിടെ എന്ത് ഹയറിങ് മുതൽ അവിടുത്തെ A to Z കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ജസ്റ്റ് പറഞ്ഞ പക്ക PR-ഉം അതേപോലെ. അതായത് ഒരു ആഡ് ഏജൻസി മാത്രമല്ല, ഒരു ബിസിനസ് കൺസൾട്ടന്റ് പോലെ ആ ബിസിനസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ബിസിനസ് സിസ്റ്റമാറ്റിക് ആക്കുക, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ്സ് കൊടുക്കുക. സോ നിങ്ങൾ അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും വീഡിയോ എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ്, മാർക്കറ്റേഴ്സ്. ഫ്രം ദിസ് ഇപ്പോൾ അവരൊരു ബിസിനസ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് മാറാന്ന് പറയുന്ന ജേണിയാണ് വേറെ തന്നെയാണ്. സോ യുമ ആഡ്സിൽ ഇപ്പോൾ എത്രത്തോളം ക്ലയൻസ് ഉണ്ട്? ഒരു 15+ പ്രീമിയം ക്ലയൻസ് നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലയൻസ്? അതിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, അതേപോലെ ട്രാവൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രി ഉണ്ട്. ഇവരൊക്കെ ഈ ക്ലയൻസ് ഉണ്ട്. അതിപ്പോൾ ഹോസ്പിറ്റലാണോ ഇതാണെങ്കിലും ഫ്രം സ്ക്രാച്ച് അവരുടെ ബിസിനസ് കൺസൾട്ടൻസി ഞങ്ങളാണ്. അടുത്ത മന്ത് പോലെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളെ. ഫ്രം സീറോ ഒരു 2 CR ആനുവൽ ഇൻകം ഉള്ള ഒരു കമ്പനി യുമ ആഡ്സ് ഇപ്പോൾ 3 പാർട്ണേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവരെത്തിച്ചിട്ടുണ്ട്. ഇതുവരെ എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു പ്രൊഫഷണൽ ഒരു അഡ്രസ്സിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫിനാൻഷ്യൽ എന്തായിരുന്നു? നിങ്ങളെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു?
ഞങ്ങൾ 0 ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ഈ ഫേം സ്റ്റാർട്ട് ചെയ്തത്. 0 ഇൻവെസ്റ്റ്മെന്റിലാണ് ഫസ്റ്റ്. അതായത് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി ഒരു വീട് റെന്റിനെടുത്ത് അവിടെ ഞങ്ങൾ മൂന്നാൾ തന്നെയായിരുന്നു ആദ്യത്തെ സ്റ്റാഫ്. വേറെ പുറത്തുനിന്ന് ടീമും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ഡിസൈനിങ്, വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ്, ബാക്കി അതിൻ്റെ ഫോളോ അപ്സ് കാര്യങ്ങൾ, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ മൂന്നാളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടാക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ക്ലയൻറ്റൊക്കെ ആയി ഒന്ന് സെറ്റിലായപ്പോൾ ഒരു ടീം സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴാണ് നമ്മൾ ഹൈലൈറ്റിക്ക് മാറി വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ടീമായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രം സ്ക്രാച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ പറഞ്ഞതിൽ ആദ്യം ഇവർക്കൊന്നുമില്ല. ഒരു റെൻറ്റിന് ഒരു റൂം എടുത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ക്ലയൻസ് ആയി. ഇപ്പോൾ ചില സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലക്ഷങ്ങൾ മുടക്കി വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങും. ലാസ്റ്റ് അവർ ഇനോഗ്രേഷൻ വരെയുള്ള എമൗണ്ട് അവരുടെ കയ്യിലുണ്ടാവും. അതിന് ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റിങ്ങിന് എമൗണ്ട് ഉണ്ടാവില്ല, റൺ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. പക്ഷേ ഇവർ അത് സ്ട്രക്ചേർഡ് ആയിട്ട് ഫ്രം 0 അവർ ആദ്യം ഉണ്ടാക്കിയത് ക്ലയൻസിന്. ആ ക്ലയൻസിൽ നിന്ന് നിങ്ങളൊരു വിർച്വൽ ഓഫീസ്, ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഏജൻസി, സ്വന്തമായിട്ടൊരു ഓഫീസ്. സോ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞോ, ഒരുപാട് ക്ലയൻസിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞോ. എന്താണ് നിങ്ങൾ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ നിങ്ങളൊരു സക്സസ് സ്റ്റോറി എന്താ? നമ്മളൊരു ഓലെ സ്ക്രാച്ച് ലെവലിൽ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഓലെ ഒരു 2 സ്റ്റാഫുകളുടെ അടുത്ത് നിന്ന് ഓൾക്ക് ഇപ്പോൾ ഒരു 15-16 സ്റ്റാഫ് വരെ നമ്മൾ ഹയർ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഓലൊരു മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും 1 ലക്ഷം ഈ ഒരു കണക്ക് മാത്രമേ. ഞങ്ങളൊരു സിസ്റ്റമാറ്റിക് PR അവിടെ അപ്ലൈ ചെയ്ത് ഞങ്ങൾ പറയുന്ന രൂപത്തിൽ അവിടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത ടൈമിൽ ഇപ്പോൾ ഓലതെന്ന് വെച്ചാൽ 50 CR മേലെയാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ലാക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി പിന്നെ അത് CR കമ്പനിയാക്കി മാറ്റി. അത് നിങ്ങൾ ബിസിനസ് കൺസൾട്ടന്റ് അവർക്ക് എന്തൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ അവിടെ ആദ്യം തന്നെ മനസ്സിലായെന്ന് വെച്ചാൽ ഓർക്ക് ഈ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ല. മീൻസ് ഒരു പണ്ടത്തെ ടൈപ്പ് ആൾക്കാരാണ്. ഈ പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റോ എന്താന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. അവിടെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത്ര ഓഡിയൻസിലേക്ക് എത്തുള്ളൂ എന്നുള്ളൊരു സാധനം മുന്നോട്ട് വെച്ച് ഞങ്ങൾ പറഞ്ഞ പ്ലാൻസിൽ മുന്നോട്ട് പോയാലും ഇവർക്ക് ഈ ഒരു ടേൺ ഓവറിലേക്ക് എത്തിക്കാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് ആയി, ഓഫീസായി, അവിടെ നിങ്ങൾക്ക് 15+ എംപ്ലോയീസിനെ ഇപ്പോൾ മാനേജ് ചെയ്ത് ഇനി എന്താണ് നിങ്ങളെ നെക്സ്റ്റ് ലെവൽ? ഞങ്ങൾ പുതിയൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ എൻ്റർപ്രണേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഒരു കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു കമ്പനിയിൽ വന്നാൽ ഒരു ക്ലയൻറ്റിനെ എങ്ങനെ പിച്ച് ചെയ്യാം, ഓല എങ്ങനെ മീറ്റിങ്ങിന് ഇരിക്കാം, ഓല എങ്ങനെ കൺവേർട്ട് ചെയ്ത ക്ലയൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ ഓഫീസിൽ വന്ന് നമ്മൾ സ്റ്റാഫായിട്ട് നിന്നിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്ത് അതെ ഇന്റേണായിട്ടോ വർക്കറായിട്ടോ എങ്ങനെയായാലും നമ്മൾ ടീമായിട്ട് തന്നെ എങ്ങനെ ഒരു ക്ലയന്റിനെ പിച്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അവരെ എങ്ങനെ മാനേജ് ചെയ്ത് ഓൾക്ക് എങ്ങനെ നമ്മൾ റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു സാധനം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 0 to Hero. ഇപ്പോൾ ഇവര് ഒരു സക്സസ്, ഇനിയും ഇവരൊരു നല്ലൊരു സക്സസിലേക്ക് എത്തട്ടെ, ഇനിയും എക്സ്പാൻഡ് ആവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇവരെ 3 പേരും എൻ്റെ കൂടെ കിട്ടിയതിൽ വലിയ സന്തോഷം. ഇവരെ ഇനി ഇതേപോലെ പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയതിനു ശേഷം എനിക്ക് ഇനിയും പോഡ്കാസ്റ്റ് എടുക്കാൻ ആവട്ടെ. അപ്പോൾ നമ്മൾ മറക്കരുത്. എത്ര സോ താങ്ക് യു ഗൈസ്.